പ്രൊമോഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഫേമസ് ആയിട്ടുള്ള കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ മേക്കിംഗ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, പക്ഷേ എനിക്ക് തന്നെ ഭയങ്കര കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി തോന്നി. പയ്യന്മാർ അടിപൊളി, എല്ലാ പയ്യന്മാരും എനിക്ക് ഭയങ്കര ക്രഷായി എല്ലാ പയ്യന്മാരോടും. ഞാൻ വിചാരിക്കും ഇനി ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇവരെല്ലാവരുടെ ഐഡി കണ്ടുപിടിച്ച് ഫോളോ ചെയ്യണം. മൈക്കിൾ ജാക്സൺ ഇഷ്ടമുള്ള എല്ലാവരും മൂൺവാക്ക് കാണുക. പിന്നെ ആക്ടിങ് എല്ലാം സ്പോണ്ടാനിറ്റി ഉണ്ട്, അത് വളരെ നാച്ചുറൽ ആയിരുന്നു. എല്ലാവരും എന്താ പറയുക, ആ ജോഗ്രഫി, ആ പഴയ കാലഘട്ടം, ശ്രീകുമാർ തിയേറ്റർ, VCR കാസറ്റ്, ന്യൂസ് തന്നെ എല്ലാം മൊത്തത്തിൽ പടം കൊള്ളായിരുന്നു. ഒരു ആവറേജിനേക്കാളും മികച്ച പടമായിട്ടാണ് തോന്നിയത്. പടം ഒരു പ്രത്യേക ഇന്നത്തെ യങ് ജനറേഷന് മോട്ടിവേഷനുള്ള പടമാണ്. നല്ല പടം. പഴയ കാലഘട്ടത്തിൻ്റെ ഇതിൽ ഡാൻസേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പയ്യന്മാരൊക്കെ നല്ല സൂപ്പർ അഭിനയമാണ്. കൊള്ളാം. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. എല്ലാം നല്ല ഹാപ്പി ആയിട്ടുള്ള മൂവി. പടം ആവറേജ് പോകുന്നു. പയ്യന്മാരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലിയൊക്കെ കണ്ടിരിക്കാം. പടം കൊള്ളാം, സൂപ്പർ. ചെറുക്കന്മാരൊക്കെ അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ എഡിറ്റിംഗ് ടോട്ടലായിട്ടെല്ലാം നല്ലതായിരുന്നു. പിന്നെ ആക്ടിങ് എല്ലാം സ്പോണ്ടാനിറ്റി ഉണ്ട്, അത് വളരെ നാച്ചുറൽ ആയിരുന്നു. എല്ലാവരും അവരവരുടെ പാർട്ട് വളരെ നന്നായിട്ട് ചെയ്തു. തിരക്കഥ ഭയങ്കര ഡെപ്ത് അല്ലെങ്കിലും വളരെ കൊളാക്കി നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല മേക്കിംഗ് വൈസൊക്കെ നല്ലതായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ള മൂവീസിൽ നല്ല മേക്കിംഗ് ആയിരുന്നു. ആക്ടിങ്ങും ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന അതേ ഫീലിംഗ് ആയിരുന്നു. എല്ലാവരും നല്ല നാച്ചുറൽ ആയിരുന്നു ആക്ടിങ്. അങ്ങനെ ആക്ടിങ് ആയിട്ട് തോന്നൂല, അത് ആ ഫ്ലോയിൽ അങ്ങ് പോയി. ഡാൻസ് സ്റ്റെപ്സ് ആയിരുന്നല്ലോ എല്ലാം നല്ല റിയലിസ്റ്റിക് ആയിട്ട്, ഒട്ടും ലാഗ് ഇല്ലായിരുന്നു. എഡിറ്റിംഗ് വൈസ് ആയിരുന്നല്ലോ, മേക്കിംഗ് വൈസ് ഒക്കെ നല്ല മൂവിയാണ്. എൻ്റെ ഇമോഷണൽ കണക്ട്സും അവരുടെ ഫീലിംഗ്, സാധാരണ പിള്ളേർ എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു മാസ്റ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവരുടെ ആ ജേണിയാണ്, എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു ജേണിയാണ്. അത് സാധാരണ ആൾക്കാരെ കൊണ്ട് അത് പറ്റും എന്നുള്ള രീതിയിൽ നല്ല മോട്ടിവേഷനിലാണ്. അതിൻ്റെ ക്ലൈമാക്സിൻ്റെ മേക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു, നാച്ചുറലായിരുന്നു. അങ്ങനെ അഭിനയം ഇങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് വേയിൽ അങ്ങ് പോയി. അങ്ങനെ അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഫേമസ് ആയിട്ടുള്ള കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ മേക്കിംഗ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോകാനുള്ള അതേ ക്വാളിറ്റി ഉണ്ട്. ലാറ്റിൻ അമേരിക്കൻ മൂവീസ് കാണുമല്ലോ, അതേ ഫീലുണ്ട് നല്ല മൂവീസ്. നല്ലൊരു പടമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അത് വളരെയധികം നല്ലൊരു പടമാണ്. അതായത് ഇപ്പം ഒരു ആർട്ടെന്ന് പറയുന്ന ആർട്ടെന്ന് പറയുന്ന സാധനത്തിന് എല്ലാ അതിർവരമ്പുകളെയും മായ്ക്കാനുള്ളൊരു കഴിവുണ്ട്. അതിപ്പം എന്ത് തരത്തിലുള്ള റേസിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു ഫിലിമാണ്. നല്ലൊരു, പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്തെ കൊറിയോഗ്രാഫി, ഇതിൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, പക്ഷേ എനിക്ക് തന്നെ ഭയങ്കര കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി തോന്നി. ഭയങ്കര രസം. എല്ലാവരും കാണണം. നല്ല അടിപൊളി സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പയ്യന്മാർ അടിപൊളി, എല്ലാ പയ്യന്മാരും എനിക്ക് ഭയങ്കര ക്രഷായി എല്ലാ പയ്യന്മാരോടും. നല്ല ക്രഷായി. ഇനിയിപ്പം ഞാൻ വിചാരിക്കും ഇനി ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇവരെല്ലാവരുടെ ഐഡി കണ്ടുപിടിച്ച് ഫോളോ ചെയ്യണമല്ലോ. പിന്നെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണണമെന്ന് വിചാരിക്കുകയാണ്. കാരണം എനിക്കത് ഡാൻസൊക്കെ ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് ആർക്കാണ് ഡാൻസ് ഇഷ്ടമില്ലാത്ത? ആർക്കാണെങ്കിലും ഡാൻസ് ഇഷ്ടമാണ്. അപ്പോൾ ഡാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര നല്ല ഹാങ് ഓവറായി പടം. ഒരു കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അടിപൊളിയാണ്. പഴയ ഒരു ഓർമ്മകൾ കിട്ടുന്നുണ്ട്. മൈക്കിൾ ജാക്സൺ ഇഷ്ടമുള്ള എല്ലാവരും മൂൺവാക്ക് കാണുക. നല്ല പടം. ഞാനിപ്പം അവിടെ ബൈറ്റ് കൊടുത്തേ ഉള്ളൂ. സൂപ്പർ. അതായത് മൂൺ വാക്ക് എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു 80s 90s കാലഘട്ടത്തിലെ ഒരു ആംബിയൻസ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ജനറേഷനിലെ പയ്യന്മാർ അന്നത്തെ ആ ഒരു ഇതിൽ അവർ പെർഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ആക്ടേഴ്സൊക്കെ കിടൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരിക്കൽ കൂടെ രണ്ടാമത്തെ പ്രാവശ്യം ബൈറ്റ് ആയതുകൊണ്ടാണ്. അതേ ജോഗ്രഫി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ സെക്ഷന് കയ്യടി. പിന്നെ നല്ല പാക്ഡാണ്. പിള്ളേരൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വല്ലാത്തൊരു, കാരണം നമ്മൾ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള ഭാഷകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഒരു ഡാൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്. പിന്നെ പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ആ ജോഗ്രഫി, ആ പഴയ കാലഘട്ടം, ശ്രീകുമാർ തിയേറ്റർ, VCR കാസറ്റ്, ന്യൂസ് തന്നെ എല്ലാം മൊത്തത്തിൽ ഗംഭീരം. ഇതൊരു വെർത്ത് വാച്ചിങ് പടമാണ്. ഇങ്ങനെയുള്ള സിനിമകൾ അവർ ഒരുപാട് കാലം, എനിക്ക് തോന്നുന്നു ഒരുപാട് ടൈം എടുത്ത്, പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് ടൈം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു. പക്ഷേ ദ റിസൾട്ട് ഈസ് ഗുഡ്. ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ടത്. ഇതിന് OTT വന്നിട്ട് അതിഗംഭീരം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം തന്നെ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം. എല്ലാ പിള്ളേർക്കും എൻ്റെ വക സല്യൂട്ട്.